വിവാദമായ മുട്ടിൽ മരമുറി കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ബത്തേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. വനവകുപ്പ് കുറ്റപത്രം സമർപ്പിക്കാത്തത് കേസിന് തിരിച്ചടിയാകുമെന്നും ആശങ്കയുണ്ട്. പ്രതികളുടെ അവധി അപേക്ഷ പരിഗണിച്ച് കേസ് ഏപ്രിൽ 25-ലേക്ക് മാറ്റി. പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസുകളുടെ വിചാരണയാണ് ആരംഭിച്ചത്. ആകെയുള്ള 48 കേസുകളിൽ 3 ആദ്യം പരിഗണിച്ചു. അഗസ്റ്റിൻ സഹോദരന്മാർ ഉൾപ്പെടെ 12 പ്രതികളാണ് കേസിലുള്ളത്. മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറായിരുന്ന അജി ഒഴികെയുള്ള പ്രതികൾ ബുധനാഴ്ച ഹാജരായില്ല. അനധികൃത മരമുറി ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ആണ് മുട്ടിൽ മരമുറി കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇന്ന് 3 കേസുകളിൽ കോടതിയിൽ കുറ്റപത്രം കൊടുത്ത 3 കേസുകളിൽ പ്രതികളോട് ഹാജരാകാൻ കോടതി കൽപ്പിച്ചിരുന്നു. അതുപ്രകാരം വന്നു. ഈ കേസിൽ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് ഇന്നലെ എനിക്ക് സർക്കാർ ഉത്തരവ് ഞാൻ കൈപ്പറ്റി. അപ്പോൾ ഞാൻ ഇന്ന് സർക്കാരിന് വേണ്ടി ഹാജരാകാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ പ്രതികളിൽ ഇന്നിപ്പോൾ ഹാജരായതിൽ ഒരു പ്രതി വില്ലേജ് ഓഫീസർ ഹാജരായി. പിന്നെ ഇവരെ ജാമ്യം നേരത്തെ എടുത്തുള്ളത് കൊണ്ട് അവർ ഹാജരാവണം. ഹാജരായി കഴിഞ്ഞാൽ ജാമ്യത്തിൽ നിലനിർത്തി അങ്ങ് വിടും. അദ്ദേഹം മാത്രമായി. ബാക്കി പ്രതികൾ ആരും ഹാജരായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു 2 അവധി 3 അവധിയൊക്കെ കൊടുക്കും. പട്ടയഭൂമിയിൽ നിന്നും മുറിച്ചു കടത്തിയ 112 സംരക്ഷിത മരങ്ങളുടെ കാലപ്പഴക്കം, മരങ്ങളുടെ DNA പരിശോധന എന്നിവ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ഡിസംബറിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 84,600 പേജുള്ള കുറ്റപത്രത്തിനോടൊപ്പം 420 സാക്ഷികൾ, 900 രേഖകളും സമർപ്പിക്കപ്പെട്ടു. പൊതുമുതൽ നശിപ്പിക്കൽ, വഞ്ചന, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജനം, വയനാട്.